കോഴിക്കോട് കൂടരഞ്ഞിയിൽ റിസോർട്ട് ഉടമകൾ റോഡ് കയ്യേറി അനധികൃത തടയണ നിർമ്മിച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം. പൂവാറംതോട് മേടപ്പാറയിലെ സ്വകാര്യ റിസോർട്ടുകളാണ് അനധികൃത തടയണ നിർമ്മിച്ചത്. കോഴിക്കോട് മലപ്പുറം ജില്ലകളിലൂടെ കടന്നുപോകുന്ന പൂവാറംതോട് നായാടംപൊയിൽ റോഡ് കയ്യേറിയാണ് അനധികൃത തടയണ നിർമ്മാണം. സ്വാഭാവിക നീരുറവ തടഞ്ഞു നിർത്തിയാണ് അനധികൃതമായി തടയണ നിർമ്മാണം നടക്കുന്നത്. റോഡ് കയ്യേറി നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുവെന്ന് കാണിച്ച് കൂടരഞ്ഞി പഞ്ചായത്തിൽ നാട്ടുകാർ പരാതി നൽകി. 10 മീറ്റർ വീതിയുള്ള റോഡ് 2 മീറ്ററോളം റിസോർട്ട് ഉടമകൾ കെട്ടിയെടുത്താണ് നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത്. അപ്പം നിലവിൽ റോഡിൻ്റെ അതിർത്തിയിൽ നിന്ന് 3 മീറ്റർ ഉള്ളിലേക്ക് വലിച്ച് കെട്ടിയിട്ടില്ല. അപ്പം അത് നിലവിൽ തികച്ചും നിയമവിരുദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് റോഡിൻ്റെ എൻഡിൽ നിന്ന് 3 മീറ്റർ എങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഉള്ളിലേക്ക് വലിച്ച് കെട്ടുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല. രൂക്ഷമായി കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്ത് സ്വാഭാവിക നീരുറവ തടഞ്ഞു നിർത്തി നിർമ്മിക്കുന്ന തടയണ ജലക്ഷാമം രൂക്ഷമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. തടയണ നിർമ്മാണത്തിനുള്ള കല്ലും ഇതേ പറമ്പിൽ നിന്ന് അനധികൃതമായി പൊട്ടിച്ചെടുക്കുകയാണ്. റിസോർട്ട് ഉടമകളുടെ തടയണ നിർമ്മാണം അനധികൃതമാണെന്ന് കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് പറഞ്ഞു. ലൈസൻസ് ഇല്ലാതെയാണ് റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നത്. ലൈസൻസ് പുതുക്കുന്നതിന് ഫീസ് അടച്ചിട്ടുണ്ടെന്നും എന്നാൽ പുതുക്കി നൽകിയിട്ടില്ലെന്നും ആദർശ് ജോസഫ് വ്യക്തമാക്കി. പൂവാറംതോട്ടിലെ അനധികൃത നിർമ്മാണം പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പോയി സന്ദർശിച്ചിരുന്നു. സെക്രട്ടറിയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും സ്ഥലം സന്ദർശിച്ചപ്പോൾ ഗുരുതരമായ കയ്യേറ്റമാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരിശോധന നടത്തി മണിക്കൂറുകളിൽ തന്നെ ഈ നിർമ്മാണം നിർത്തിവെക്കുന്നതിനാവശ്യമായി സ്റ്റോപ്പ് മെമ്മോ ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. തുടർ നടപടികൾ ഇത് പൊളിച്ചു മാറ്റി പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനാവശ്യമായ നടപടികൾ ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കും. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.